ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റുകളെക്കുറിച്ച് IJKL എന്ന് പറഞ്ഞിട്ടുള്ള പല സ്റ്റേറ്റുകളെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റുകളെ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള സ്റ്റേറ്റുകളാണ് ഉള്ളതെന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റേറ്റാണ് ആക്സസിബിൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ റീച്ചബിൾ സ്റ്റേറ്റ്. അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് I എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് ജെക്ക് ആക്സസിബിൾ ആണോ എന്ന്, അതായത് ജെന്ന് റീച്ച് ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അല്ലെങ്കിൽ ജെ ആക്സസിബിൾ ഫ്രം I എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ I ഒരു ആക്സസിബിൾ സ്റ്റേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ n ഉണ്ടായിരിക്കണം, സച്ച് ദാറ്റ് Pij ഓഫ് n എന്ന് പറയുന്നത് ഒരു 0-നേക്കാളും വലിയ വാല്യൂ ആയിരിക്കണം. അങ്ങനെ ഒരു സ്റ്റേറ്റ് ആക്സസിബിൾ ആവണമെന്ന് പറയുമ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് I2j എന്ന് പറഞ്ഞത്, അതായത് I∗J എന്ന് പറഞ്ഞിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആക്സസിബിൾ സ്റ്റേറ്റിന് ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പറയുകയാണ് I ആക്സസിബിൾ ടു J, J ആക്സസിബിൾ ടു K. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ Iയും Kയും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. I ആക്സസിബിൾ ടു K ആയിരിക്കും. ഇതാണ് ആക്സസിബിൾ സ്റ്റേറ്റിൽ ഉള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോൺ ആക്സസിബിൾ ഓർ നോൺ റിട്ടേണബിൾ സ്റ്റേറ്റ് ആണ്. പേര് പറയുന്ന പോലെ തന്നെ റിട്ടേൺ ചെയ്യാൻ പറ്റത്തില്ല, ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അതായത് I എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ് നോൺ ആക്സസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, അതായത് വേറൊരു സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് നോൺ ആക്സസിബിൾ സ്റ്റേറ്റ്. മൂന്നാമത്തെ സ്റ്റേറ്റാണ് എസെൻഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റേറ്റ് J എസെൻഷ്യൽ ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് I എസെൻഷ്യൽ സ്റ്റേറ്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു J എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ് അവിടെ ഉണ്ടായിരിക്കണം. പ്ലസ് അവിടെ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ n ഉണ്ടെങ്കിൽ Pij ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇംപ്ലൈസ്, അതായത് Pij n എന്ന് പറയുന്നത് ഒരു വാല്യൂ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ m എന്നുള്ള വേറൊരു ഇൻറ്റീജർ ഉണ്ടായിരിക്കും, സച്ച് ദാറ്റ് Pij ഓഫ് m ഗ്രേറ്റർ ദാൻ 0. അതായത് ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് I2J എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്സസിബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് ജെയിൽ നിന്ന് ഐയിലോട്ടും ഒരു ആക്സസിബിലിറ്റി അവിടെ ഉണ്ടായിരിക്കും. അപ്പോഴാണ് നമ്മൾ എസെൻഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റേറ്റ് നോൺ എസെൻഷ്യൽ സ്റ്റേറ്റ് ആണ്. നേരെ പറഞ്ഞതിന് തിരിച്ച് ഓപ്പോസിറ്റ്. അതായത് I എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് നോൺ എസെൻഷ്യൽ ആവണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ഇൻറ്റീജർ n സച്ച് ദാറ്റ് Pij n ഗ്രേറ്റർ ദാൻ 0 ഇംപ്ലൈസ് Pij m ഈക്വൽ ടു 0 ആയിരിക്കും. ഇതാണ് നോൺ എസെൻഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെ സ്റ്റേറ്റാണ് അബ്സോർബിംഗ് സ്റ്റേറ്റ്. അതായത് ഒരു സ്റ്റേറ്റ് I അബ്സോർബിംഗ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അതിന് മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. പേരിൽ തന്നെയുണ്ട് അബ്സോർബ് ചെയ്യുക. അതായത് Iയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ I അബ്സോർബ് ആവപ്പെടും, അതായത് അതിന് മുന്നോട്ട് പിന്നെ ചലിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. Pij is equal to 1, I equal to J, 0 if I not equal to J. ഇനി ആറാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പെർസിസ്റ്റൻറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ റെക്കറൻറ്റ് സ്റ്റേറ്റ് ആണ്. ഇവിടെ നമ്മളിതിന് വേണ്ടിയിട്ട് ഒരു വാല്യൂവിനെ നമ്മളിവിടെ പറയുവാണ് FJJ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് പ്രോബിലിറ്റി ദാറ്റ് സിസ്റ്റം സ്റ്റാർട്ട് ഫ്രം J ആഫ്റ്റർ എ നമ്പർ ഓഫ് ട്രാൻസിഷൻ ഇറ്റ് റിട്ടേൺസ് ടു J ഫോർ ദ ഫസ്റ്റ് ടൈം. അതായത് ഒരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുവാണ്, ജെയിൽ നിന്ന് തുടങ്ങി അത് കുറേ സ്റ്റേറ്റുകളിൽ കറങ്ങി അവസാനം പിന്നെയും ജെയിലേക്ക് എത്തണം. അതായത് ജെയിൽ നിന്ന് തുടങ്ങി KLM ഒക്കെ പോയി തിരിച്ച് ആദ്യമായിട്ട് അത് പിന്നെയും ജെയിലേക്ക് എത്താനുള്ള പ്രോബബിലിറ്റിയാണ് FJJ സ്റ്റാർ എന്ന് പറയുന്നത്. ഈ FJJ സ്റ്റാറിൻ്റെ വാല്യൂ 1 വരുമ്പോഴാണ് നമ്മൾ ആ സ്റ്റേറ്റ് Jനെ റെക്കറൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്
ട്രാൻഷ്യൻറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ നോൺ റെക്കറൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു FJJ* എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ. ഈ FJJ* വാല്യൂ 1-നേക്കാളും ചെറുതായിരിക്കുമ്പോഴാണ് നമ്മളതിനെ ട്രാൻഷ്യൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് ജയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് ജയിലിലേക്ക് എത്തുമെന്ന് ഉറപ്പില്ലാത്ത കേസ്, അതാണ് ട്രാൻഷ്യൻറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു വാല്യൂവിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. മ്യൂജയാണ് അതിൻ്റെ പേര്. മീൻ റെക്കറൻസ് ടൈമാണ്. നമ്മളൊരു റാൻഡം വേരിയബിൾ n കൺസിഡർ ചെയ്യുകയാണ്. അതിനെ the number of transitions required for the visit to the state J after starting from J. അതായത് ജയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് എത്ര നമ്പർ ഓഫ് ട്രാൻസിഷൻ കഴിഞ്ഞിട്ടാണ് അത് തിരിച്ച് ജയിലിലേക്ക് എത്തുന്നത് എന്നുള്ളതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമ്മൾ E(n) അല്ലെങ്കിൽ മ്യൂജി എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ആവറേജ് ടൈം അല്ലെങ്കിൽ ഒരു ആവറേജ് നമ്പർ ഓഫ് ട്രാൻസിഷൻസിനെയാണ് നമ്മൾ മ്യൂജി കൊണ്ട് പറയുന്നത്. ഈ മ്യൂജി വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കുറച്ച് സ്റ്റേറ്റുകളെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മുടെ 8ാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് നോൺ നൾ സ്റ്റേറ്റ് ആണ്. അതായത് നമ്മുടെ മ്യൂജിയുടെ വാല്യൂ ഫൈനൈറ്റ് ആവുക അല്ലെങ്കിൽ മ്യൂജി ലെസ് ആകുമ്പോഴാണ് നമ്മൾ ജെയിനെ നോൺ നൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. 9ാമത്തെ നൾ സ്റ്റേറ്റ് ആണ്. ജെ എന്ന് പറയുന്ന സ്റ്റേറ്റ് നൾ ആവുന്നത് മ്യൂജേൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആകുമ്പോഴാണ്. 10ാമത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് പേഴ്സിസ്റ്റൻ്റ് നോൺ നൾ സ്റ്റേറ്റ് ആണ്. പേഴ്സിസ്റ്റൻ്റ് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നോൺ നൾ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പേഴ്സിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ FJJ* = 1 ആണ്. നോൺ നൾ എന്ന് പറഞ്ഞാൽ മ്യൂജി ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ഇത് രണ്ടും കൂടി വരുമ്പോഴുള്ള സ്റ്റേറ്റാണ് പേഴ്സിസ്റ്റൻ്റ് നോൺ നൾ സ്റ്റേറ്റ്. 11ാമത്തെ സ്റ്റേറ്റ് പേഴ്സിസ്റ്റൻ്റ് നൾ സ്റ്റേറ്റ് ആണ്. അതായത് പേഴ്സിസ്റ്റൻ്റ് നമുക്കറിയാം FJJ* = 1 ആണ്. നൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് മ്യൂജി =ഇൻഫിനിറ്റി ആണ്. സോ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്ന സ്റ്റേറ്റിനെയാണ് പേഴ്സിസ്റ്റൻ്റ് നൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി 12ാമത്തെ സ്റ്റേറ്റ് പീരിയോഡിക് സ്റ്റേറ്റ്. അതായത് ഒരു ജെ എന്ന് പറയുന്ന സ്റ്റേറ്റ് പീരിയോഡിക് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഒരു പീരിയോഡിക് ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് സ്പെസിഫിക് നമ്പർ ഓഫ് പീരിയഡ്സിൽ അത് റിട്ടേൺ ജെയിലേക്ക് തന്നെ വരണം. അപ്പോഴാണ് അത് പീരിയോഡിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിനവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത് ഒരു സ്റ്റേറ്റ് പീരിയോഡിക് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പീരിയഡ് ടി ഇരിക്കണം. ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻറ്റീജർ d > 1 സച്ച് ദാറ്റ് PJJN എന്ന് പറയുന്നത് > 0 ആയിരിക്കണം ഇഫ് n ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് d, ഈക്വൽ ടു 0 ഇഫ് n ഈസ് എ നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് d. അതായത് PJJNൻ്റെ വാല്യൂ 0 ആയിരിക്കും എപ്പോൾ നമ്മുടെ PJJNലെ n-ൻ്റെ വാല്യൂ d എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇൻറ്റീജറിൻ്റെ മൾട്ടിപ്പിളായി വരുന്ന സമയത്ത്. PJJNൻ്റെ വാല്യൂ 0 ആയിരിക്കും എപ്പോൾ n എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ d എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇൻറ്റീജറിൻ്റെ മൾട്ടിപ്പിൾ അല്ലാതെ വരുമ്പോൾ. ഈ d എന്ന് പറഞ്ഞിട്ടുള്ള ഇൻറ്റീജറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പീരിയോഡിസിറ്റി. പീരിയഡ് ടി ആണ്, പീരിയോഡിസിറ്റിയാണ് d എന്ന് പറയുന്നത്. അങ്ങനെ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത് ഇങ്ങനെ മാറി വരുമ്പോഴാണ് ഇതിനെ പീരിയോഡിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇത് പീരിയോഡിക് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പീരിയോഡിക് സ്റ്റേറ്റ് ആയിട്ട് മാറും. ഇനി എർഗോഡിക് സ്റ്റേറ്റിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. പേഴ്സിസ്റ്റൻ്റ് നോൺ നൾ അപ്പീരിയോഡിക് സ്റ്റേറ്റ്. അതായത് പേഴ്സിസ്റ്റൻ്റ് ആയിരിക്കും, നോൺ നൾ ആയിരിക്കും, അപ്പീരിയോഡിക് ആയിരിക്കും. ഇങ്ങനെ 3 കണ്ടീഷൻസും വരുമ്പോൾ നമ്മൾ ആ സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് എർഗോഡിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്.